തൃശ്ശൂരിൽ CPM BJP സംഘർഷം അതിരുവിട്ട് പോയി വല്ലാതെ അക്രമത്തിലേക്ക് പോയിരിക്കുകയാണ്. സുരേഷ് ഗോപിയുടെ ഓഫീസിൻ്റെ ബോർഡിലും അതുപോലെ ഓഫീസിൻ്റെ ബിൽഡിങ്ങിലുമൊക്കെ കരിവേലൊഴിക്കുക, ചെരുപ്പുമാല തൂക്കാൻ ശ്രമിക്കുക, അങ്ങനെ വലിയ ആക്രമണമാണ് നടന്നത്. ഒരുപാട് BJPക്കാർ ആശുപത്രിയിലാണ്, ചില CPM പ്രവർത്തകരും ആശുപത്രിയിലാണ്. CPMൻ്റെ ഒരു കാലഘട്ടത്തിലെ 60-കൾ 70-കൾ 80-കൾ വരെ, 80 ഏകദേശം 90-കൾ വരെയുള്ള ജനകീയാസൂത്രണം സമ്പൂർണ്ണ സാക്ഷരതാ പരിപാടി വരുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള ഒരു CPM ഉണ്ട്, അതിനുശേഷമുള്ള ഒരു CPM ഉണ്ട്. അത് ക്യാമ്പസുകൾ എടുത്താലും അങ്ങനെ തന്നെയാണ്, SFI എടുത്താലും അങ്ങനെ തന്നെയാണ്. 90-കളിൽ SFI എന്ന് പറഞ്ഞാൽ സംഘർഷാത്മകമായ SFI ആണ്. ഏത് ക്യാമ്പസ് എടുത്താലും തല്ലും ബഹളവും അട്ടഹാസവും അക്രമവും എല്ലാമായിരുന്നു. ആ കാലഘട്ടത്തിലും അങ്ങനെയായിരുന്നു. ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നത്, തമ്മിൽ തല്ല് നടന്നത്, സദാനന്ദ മാസ്റ്ററുടെ വെട്ട്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എന്ത് കാര്യം നടന്നിട്ടുണ്ടെങ്കിലും അതൊരു 10-30 വർഷക്കാലം ഒരു അക്രമ രാഷ്ട്രീയത്തിൻ്റെ കേരളമായിരുന്നു. അത് എല്ലാ പാർട്ടികൾക്കും അക്രമ രാഷ്ട്രീയമുണ്ട്, പക്ഷേ CPM ആയിരുന്നു അതിനകത്ത് സീരിയസ് ആയിട്ട് അതിൻ്റെ ചാമ്പ്യന്മാരായിട്ട് നിന്നത്. പക്ഷേ എല്ലാവർക്കും അക്രമ രാഷ്ട്രീയം ഉണ്ടായിരുന്നു, ഒരു ടീമിന് മാത്രമല്ല, എല്ലാവരും. പക്ഷേ അന്ന് BJP CPM ആണ് എല്ലാം ഉള്ളത്, RSS BJP CPM തല്ലാണുള്ളത്. പിന്നെ കോൺഗ്രസും RSSുമായിട്ടുള്ള തല്ല്, കോൺഗ്രസും CPM ആയിട്ടുള്ളത്. ഇപ്പോൾ കണ്ണൂരിൽ സുധാകരനൊക്കെ അക്രമത്തെ പ്രതിരോധിച്ച് കടന്നു വന്ന വലിയ നേതാവുകളാണ്. ഇപ്പോൾ സുധാകരനൊക്കെ അതുകൊണ്ടാണ് തോക്ക് വരെ കൊണ്ടു നടക്കുന്ന ആളെന്ന് പറയുന്നത്, ലൈസൻസ് ഉണ്ടെന്ന് പറയുന്നത്. തോക്കിന് ലൈസൻസ് ഉണ്ട്, തോക്ക് വരെ കയ്യിൽ കൊണ്ടു നടക്കുന്ന ആളാണ്. അപ്പോൾ അതുപോലെ ഒരുപാട് അംഗരക്ഷകരുണ്ട്. അങ്ങനെയൊക്കെയാണ് സുധാകരൻ്റെയൊക്കെ ജീവിതമൊക്കെ. അപ്പോൾ കണ്ണൂരിൽ അപ്പം ഈ അക്രമ രാഷ്ട്രീയം തിരിച്ചു വരികയാണോ കേരളത്തിൽ? വളരെ ഗൗരവമായൊരു ചോദ്യമാണുള്ളത്. നമുക്ക് ഇലക്ഷൻ കമ്മീഷനിൽ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രശ്നമായി കുഴപ്പമായെങ്കിൽ അതിന് നിയതവും നിയന്ത്രിതവും കൃത്യമായ നിയമങ്ങളുണ്ട് ഈ രാജ്യത്ത്. നമുക്ക് കോടതി പോകാം, അല്ലെങ്കിൽ ഇലക്ഷൻ ജയിച്ചാൽ നമുക്ക് തോറ്റയാളായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറയാം, എതിരാളി ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറയാം, ഇലക്ഷൻ കമ്മീഷനിൽ കൊണ്ട് പരാതി കൊടുക്കാം. പിന്നെ ഇലക്ഷൻ കമ്മീഷനിൽ വിശ്വാസമില്ലെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഭരണഘടനാ സ്ഥാപനങ്ങളിൽ നമുക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കോടതിയിൽ വിശ്വാസമില്ല, ഇലക്ഷൻ കമ്മീഷനിൽ വിശ്വാസമില്ല, വിവരാവകാശ കമ്മീഷൻ, ഇങ്ങനെ അതിലൊന്നും വിശ്വാസമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഡെമോക്രസിയിൽ നമുക്ക് എന്താ സംസാരിക്കാൻ നമുക്കറിയത്തില്ല. പക്ഷെ ഇതിലൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ ആ പാത പിന്തുടരുന്നതിന് പകരം ഡൽഹിയിലും വലിയ സമരം, പാർലമെൻറ്റിലും വലിയ സമരം, ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് 300 പേർക്കും പോയി ചർച്ച ചെയ്യണം, 30 പേരെ അവർ കയറ്റാം, ഇലക്ഷൻ കമ്മീഷണറെ കാണാനായിട്ട് 300 പേരും പോകണം. ഇതൊക്കെ ഇതിൻ്റെ പൊളിറ്റിക്സ് ആണ്, അല്ലാതെ ഇത് രാജ്യത്തെ നന്നാക്കാനോ അല്ലെങ്കിൽ നന്മയുടെ പൊളിറ്റിക്സ് അല്ലത്. അതൊരു തരം വിഭാഗീയമായ വേറൊരു തരം പൊളിറ്റിക്സ് ആണ്. എന്താണ് പറയുക? എന്തായാലും തൃശ്ശൂരിൽ അക്രമമാണ് കൂടുതൽ നടക്കുന്നത്. ഈ അക്രമ രാഷ്ട്രീയം കൊണ്ട് കേരളം മടുത്തതാണ്. ഇപ്പോൾ ക്യാമ്പസ് രാഷ്ട്രീയം തന്നെ, SFI ആയാലും ABP ആയാലും KSU ആയാലും MSF ആരായാലും ക്യാമ്പസിൽ സംഘർഷം ഉണ്ടാക്കുന്നതിനോടൊന്നും ജനങ്ങൾക്ക് ഇപ്പോൾ താല്പര്യമില്ല. അതുകൊണ്ട് കുട്ടികൾ വോട്ട് ചെയ്യാൻ വരാറുമില്ല. ആർക്കാണ് മുൻതൂക്കം ആ ക്യാമ്പസിൽ അവരങ്ങ് ജയിക്കും. ABVPക്ക് മുൻതൂക്കമുള്ള ധനുവച്ചപുരം കോളേജിൽ ABVP ജയിക്കും, MG കോളേജിന് മുൻതൂക്കമുള്ള ABVP കോളേജ് MG കോളേജിൽ ജയിക്കും, KSUവിന് മുൻതൂക്കമുള്ള വേറെ കോളേജുകളിൽ അവർ ജയിക്കും, MSFന് മുൻതൂക്കമുള്ള മലപ്പുറത്തെ കോളേജുകളിൽ അവർ ജയിക്കും, SFIക്ക് മുൻതൂക്കമുള്ള യൂണിവേഴ്സിറ്റി കോളേജിലും ആർട്സ് കോളേജ് സംസ്കൃത പോലുള്ള കോളേജുകളിൽ അവർ ജയിക്കും. അല്ലാതെ വേറെ ആർക്കെങ്കിലും താല്പര്യമില്ല. മഹാപുരുഷം വരുന്ന കുട്ടികൾ വോട്ട് ചെയ്യുന്നുമില്ല, മത്സരിക്കുന്നുമില്ല. അപ്പം ജനാധിപത്യത്തെ കൊല്ലുക എന്നുള്ളതാണ് തങ്ങളുടെ പാർട്ടിക്ക് വലുതായി ജനാധിപത്യത്തെ കൊല്ലുന്ന അക്രമ രാഷ്ട്രീയത്തിലൂടെയാണ് വീണ്ടും കടന്നു പോകുന്നത്. 90-കൾ തിരിച്ചു വരികയാണോ? 80-കൾ കേരളത്തിൽ വീണ്ടും തിരിച്ചു വരികയാണോ? എതിരാളിയുടെ ഓഫീസ് തല്ലിയും അല്ലെങ്കിൽ ബഹളമുണ്ടാക്കിയും എതിരാളിയെ തന്നെ തല്ലിയും കൊന്നും കൊലവിളിച്ചുമൊക്കെയുള്ള അക്രമ രാഷ്ട്രീയത്തിൻ്റെ പുതിയ പാഠങ്ങൾ കേരളത്തിൽ ആരംഭിച്ചോ? കാരണം ഭരണകരുത്ത വിരുദ്ധ വികാരമുണ്ട് ഇവിടെ. തെരഞ്ഞെടുപ്പിന് വരുമോ എന്നറിയില്ല. അങ്ങനെയൊക്കെ ഒരുപാട് പ്രതിസന്ധികളുള്ളപ്പോൾ പാർട്ടിക്കകത്തും പ്രതിസന്ധികൾ രൂപപ്പെടുന്നു. ഈ പ്രതിസന്ധികളെ ഇല്ലാതാക്കാൻ ഏറ്റവും നല്ല മാർഗം അക്രമത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. അവിടെ ജനങ്ങളും മീഡിയയും ചാനലുകളും എല്ലാവരും അതിൻ്റെ പുറകെ പൊക്കോളും. അപ്പോൾ അതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങൾ നമുക്ക് ആരും ചർച്ച ചെയ്യില്ല. ഇവിടെ എല്ലാ കന്യാസ്ത്രീ പ്രശ്നങ്ങളൊക്കെ തീർന്നു. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മൗനവും അതിൻ്റെ അക്രമവുമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹോട്ട് വിഷയം. ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനില്ലാത്തതോ, വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയതോ, ഓണത്തിന് പച്ചക്കറി ഇല്ലാത്തതോ, അരി കിട്ടാത്തതോ, മണ്ണെണ്ണ കിട്ടാത്തതോ, ഇവിടെ മനുഷ്യനെ ബാധിക്കുന്ന ഏതെങ്കിലും പ്രശ്നം ഒന്നും വിഷയമല്ല. കാലാവസ്ഥ മാറ്റം വിഷയമല്ല, പിന്നെ ഉരുൾപൊട്ടൽ വിഷയമല്ല, മേഘവിസ്ഫോടന വിഷയമല്ല, ഇതൊന്നും വിഷയമല്ല. നമ്മുടെ വിഷയം സുരേഷ് ഗോപി വാ തുറന്നോ ഇല്ലയോ? ഇല്ലെങ്കിൽ നമ്മൾ ആക്രമിക്കും.